ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 2. വേദവ്യാസനും 7 ഋഷികുലങ്ങളും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദം തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ചെറിയ ചില വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ദേവത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഋഷി, ചമ്പസ്, ഇങ്ങനെയെല്ലാം മണ്ഡലം എന്നെല്ലാം പറഞ്ഞിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പരിചയപ്പെടുകയാണ്. അതിലൊരു വാക്ക് മണ്ഡലത്തെ പരിചയപ്പെടുകയാണ് കഴിഞ്ഞതിൽ ചെയ്തത്. ഇതിലും ആ മണ്ഡലത്തെ പറ്റി എന്താണ് ശരിയായ നിലയിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആ ഒരു സൂത്രം തന്നെ ഒന്ന് കേട്ടുകൊണ്ട് നമുക്കതിലേക്ക് വരാം. ഋഗ്വേദം മണ്ഡലം 1, അഷ്ടകം 1, അനുവാകം 1, അധ്യായം 1, സൂക്തം 1. ഋഷി മധുഛന്ദസ്, ദേവത അഗ്നി, ഛന്ദസ് ഗായത്രി. നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് വേദങ്ങളെയെല്ലാം 7 സബ്ജക്റ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 7 സബ്ജക്റ്റുകൾ 7 പണ്ഡിതരുടെ, അതാണ് 7 ഋഷികളായിട്ട് ചിത്രീകരിച്ചത്. അവർ പ്രളയ സമയത്ത് രക്ഷപ്പെട്ടവരായിരിക്കാം. പ്രളയം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മാത്രം പ്രളയം ഉണ്ടാകാം. ഇപ്പോൾ പല ബോട്ടിലെല്ലാം കയറിയിട്ട് രക്ഷപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ സൗരയൂഥ സിസ്റ്റം തന്നെ നഷ്ടപ്പെട്ടപ്പോൾ ബഹിരാകാശത്ത് രക്ഷപ്പെട്ടിരിക്കാം. അതിനുള്ള ടെക്നോളജി എല്ലാം അവരുടെ ഡെവലപ്പ് ആവുമല്ലോ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ. പിന്നെ പ്രപഞ്ചം അടക്കം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങി തന്നെ വരണം. ഇപ്പം എന്തു തന്നെയാലും രക്ഷപ്പെട്ടവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജോലിയാണ്, ഈ 7 ഋഷികുലങ്ങളുടെ ജോലിയാണ് ഈ വേദങ്ങളെല്ലാം എഴുതി വെക്കൽ. അപ്പോൾ ആദ്യം എഴുതാനൊന്നും പറ്റുള്ളൂ, അതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് വരും കുറേ കാലം. അപ്പോൾ ആ 7 ഋഷികുലങ്ങളാണ് ഗുത്സമതൻ, വിശ്വാമിത്രൻ, പാമദേവകുലം, അത്രികുലം, ഭരദ്വജന്റെ കുലം, വസിഷ്ഠന്റെ കുലം, കണ്ണഗോത്രന്റെ കുലങ്ങൾ. ഇവരെല്ലാണ് ഓരോ വിഷയങ്ങളിൽ, ചിലവർ തെർമോഡൈനാമിക്സ് ആയിരിക്കും, ചിലവർക്ക് വാനശാസ്ത്രത്തിലായിരിക്കും, ഇങ്ങനെയെല്ലാം ഓരോ വിഷയത്തിലായിരിക്കും അവർ പ്രാവീണ്യം നേടിയത്. സ്വാഭാവികമായിട്ടും പക്ഷേ അവർക്ക് അവരുടെ ജോലി തിരിച്ചു വന്നു കഴിഞ്ഞ് ഇത് ഇരുന്ന് ഗുഹയിലോ മറ്റോ ഇരുന്ന് എഴുതി വെക്കലാണ്. ആദ്യം ഇത് ഉരുവിട്ടുകൊണ്ട് കുറേ കാലം പോകും. അപ്പോൾ അവരുടെ കുലവും വലുതായി വരുന്നതനുസരിച്ച് അവർ പിന്നെ എഴുതി വെക്കും. അവരുടെ മക്കളും എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആവും. അവരിലൂടെയാണ് ഇത് നഷ്ടപ്പെടാതെ കൈമാറി വരുന്നത്. അങ്ങനെ വന്നപ്പോൾ പക്ഷെ ഇവർക്ക് എന്തും എഴുതാം. ഇവർ ഈ വിഷയം മാത്രമായി എഴുതണം എന്നൊന്നുമില്ല. അവർക്ക് അറിയുന്ന എല്ലാ വിഷയങ്ങളും അവർ എഴുതി വെക്കും. ഇപ്പോൾ എഴുതി വെക്കുമ്പോൾ ആദ്യമല്ല അവർ എഴുതി വെക്കുന്നതിൻ്റെ ഒരു ക്രമമൊന്നുമില്ല. ഒന്നാമത്തെ വരി കെമിസ്ട്രി ആണെങ്കിൽ രണ്ടാമത്തെ വരി ചിലപ്പം പൊളിറ്റിക്സ് ആയിരിക്കും, മൂന്നാമത്തത് പിന്നെ ആദ്യം കെമിസ്ട്രി ആയിരിക്കും, പിന്നെ നാലാമത്തെ ചിലപ്പം വല്ല മെഡിസിനെ പറ്റിയുള്ള വല്ലതുമായിരിക്കും. അപ്പം ഇങ്ങനെ കൂട്ടി വലിച്ചങ്ങ് എഴുതി വെച്ചു ഈ 7 ഋഷികുലങ്ങളും. പക്ഷെ അതിൽ പ്രധാനമായിട്ട് വരുന്നത് അവരുടെ സബ്ജക്റ്റ് തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ക്രമത്തിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൽ എഴുതി വെക്കുകയും ചെയ്തു. ആദ്യം ഉരുവിട്ട് വന്നു, പിന്നെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി വെച്ചതിൻ്റെ ശേഷം പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് തോന്നും, ഇതെല്ലാം ഒരു ക്രമത്തിലാക്കിയിട്ട് മാറ്റിയെടുക്കണം, പുസ്തക രൂപത്തിലാക്കി മാറ്റണം ഒരു ക്രമത്തിൽ. അപ്പോൾ അതൊരു വലിയ ജോലിയാണ്. ആ ജോലി നമുക്കറിയാം. കൃഷ്ണദ്വയമാനാണ് ഇതിനെയെല്ലാം 4ആയിട്ട് വ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്നതിനെല്ലാം ഒരു 4ആയിട്ട് ക്രമീകരിച്ച് വെക്കുക. ഈ 7 ഋഷികുലങ്ങളിലൂടെ വന്നത്. പക്ഷേ
വേദവ്യാസന് മാത്രം അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇത്രയും വലിയ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തുനിന്നും കളക്ട് ചെയ്ത് ഏകോപിപ്പിക്കുന്ന ഒരു പണി തന്നെ വലുതാണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? അതൊരു വലിയൊരു പ്രൊജക്റ്റ് വർക്കായിട്ട് എടുക്കും. ഇവർ ഈ പ്രൊജക്റ്റ് വർക്കെല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പ്രളയം കഴിഞ്ഞിട്ട് വന്നവർ തന്നെയാണ്. അപ്പോൾ അവരൊരു പ്രൊജക്റ്റ് വർക്കായിട്ട് എടുത്തിട്ട് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുക. സ്വാഭാവികമായിട്ടും അവരൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇതിനൊരു ഗ്രൂപ്പ് തലവനുണ്ടാവും. ഒരു പ്രൊജക്റ്റ് വർക്കാണ്. ഈ വേദങ്ങളെല്ലാം എല്ലാവരുടെ അടുത്തു നിന്നും എല്ലാം കളക്ട് ചെയ്തിട്ട് 7 കുലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഒരു ബുക്കാക്കിയിട്ട് പ്രസന്റ് ചെയ്യണം. അതിൻ്റെ ഹെഡ് കൃഷ്ണദ്വൈപായനൻ. അദ്ദേഹമാണ് ഇതിനെല്ലാം വേദങ്ങളെ വ്യസിച്ചത് കൊണ്ട് അങ്ങേരെ പേര് പിന്നെ വേദവ്യാസനായി. അദ്ദേഹം എഴുതിയതെല്ലാം പുരാണ കഥകളാണ്. ഇതിൻ്റെ സയൻസിനെ പിന്നെ സാധാരണക്കാരനായിട്ട് കഥരൂപത്തിലാക്കലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ വ്യസിച്ചിട്ടേ ഉള്ളൂ. അങ്ങേരെ എഴുതി വയ്ക്കൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങേരെ വേദങ്ങളൊന്നും എഴുതിയിട്ടില്ല. അതെല്ലാം പണ്ടേ എഴുതി വന്നതാണ്. ഇപ്പം 7 കുലങ്ങളിലൂടെ വന്നതാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്നു. അപ്പം ആ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരാണെന്ന് പിന്നീട് പറയാം. കുറേ പേരുണ്ട്, ആ പേര് പിന്നീട് പറയാം. ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരാൾക്ക് ചെയ്യാനൊന്നും പറ്റില്ല. വേദവ്യാസൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കും. അപ്പോൾ സബ്ജക്റ്റിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മളെല്ലാം തന്നെ കുറേ അങ്ങോട്ടെത്തുമ്പോൾ പ്രളയ സമയം, ഇപ്പം നാളെ പ്രളയം നടക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മളെ എല്ലായിരിക്കും അങ്ങോട്ടേക്ക് വിട്ടേക്കുക. ഈ സയൻസ് എല്ലാം എടുത്തിട്ട് പോയിട്ട് അടുത്ത തലമുറയിലേക്ക് വേണ്ടി കൈമാറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ തന്നെയായിരിക്കും പോകുന്നത്. ചിലപ്പോൾ നമ്മളെ വിടുമെങ്കിൽ സയൻസ് അറിയുന്നവരെല്ലാം വിടാൻ പറ്റും. ഉദാഹരണം പറഞ്ഞതാണ്. ആരെങ്കിലും നമ്മളെ ആരാന്നൊന്നും പറയാൻ പറ്റില്ല. ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുന്നു. പ്രളയം വരാൻ പോകുന്നു, ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നു. അപ്പോൾ ഈ സയൻസിനെല്ലാം രക്ഷിക്കണം. ആര് പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തും. നാളെ പ്രളയം നടക്കുന്നെന്ന് അറിയുകയാണെങ്കിൽ. അപ്പൊ ഇവർക്കെല്ലാം ഇവരെല്ലാം ഈ പ്രൊജക്ട് വർക്കെല്ലാം ചെയ്ത കക്ഷികൾ തന്നെയാണ്. ഇതിനെപ്പറ്റി എല്ലാം അറിയുന്നവരാണ്. അപ്പൊ അവർ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഇന്നെന്ന് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണോ അന്ന് അവരും ചെയ്യുക. അതിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ ആ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. കമ്മിറ്റീൻ്റെ തലവൻ കൃഷ്ണദ്വൈപായനൻ. അദ്ദേഹത്തിന് വേദങ്ങളെ വ്യസിച്ചുകൊണ്ട് പിന്നെ വേദവ്യാസനായി മാറി. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുന്നു സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തിയറി, ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ തിയറിയിൽ മനുഷ്യൻ ഉപയോഗിക്കത്തക്കവണ്ണമുള്ളത് എടുത്ത് മാറ്റുക. അപ്പം 2ആയിട്ട് തിരിച്ച്. അപ്പം സയൻസിനെ തന്നെ അദ്ദേഹം 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ആ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തത്. എന്താണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ലോകം 3ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഭൂമി, സ്വർഗം, പാതാളം. അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് നമ്മളെ ഈ ഭൂമിയായിട്ട് ഈ ചുറ്റുവട്ടത്തും അപ്പോൾ സൂര്യനും എല്ലാം അതിനകത്ത് വരും. ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു സബ്ജക്റ്റ്, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഭൂമിക്ക് മുകളിലുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള പ്രപഞ്ചം മുഴുവനായി മാറി. ആ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ പെട്ട തന്നെയാണ് നമ്മൾ. എല്ലാം പെടും. ഭൂമിക്കടിയിലുള്ള എല്ലാം ഇതിനകത്ത് പെടും. അപ്പം ഭൂമി, സ്വർഗം മുകളിൽ, പാതാളം തന്നെ ഭൂമിക്കടിയിലുള്ള. ഭൂമിക്കടിയിലുള്ള എന്താണെന്ന് വെച്ചാൽ ഭൂമിൻ്റെ അടിയിലല്ല, ഭൂമിയിൽ തുറന്നു നോക്കിയാൽ എന്തെല്ലാം കിട്ടുക? കല്ലും മണ്ണും എല്ലാമാണ് കിട്ടുക. ഈ കല്ലും മണ്ണും എല്ലാം ഇതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റങ്ങളും തന്മാത്രകളും. അതാണ് പാതാള ലോകം. ആറ്റങ്ങളും തന്മാത്രകളുമാണ്. അതാണ് പാതാള ലോകം. അത് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പം പാതാള ലോകത്തിന്റെ സയൻസ് 1, അതായത് കെമിസ്ട്രി 1. ആറ്റങ്ങളും ഭൂമിക്കടിയിലുള്ള ആറ്റങ്ങൾ തന്മാത്രകളാകുന്നത്, അതായത് ബ്രഹ്മം തൊട്ട് അവസാനം വരെ പോകുന്നതിലെല്ലാം ഉണ്ടല്ലോ. ഈ ഭൂമി ആകുന്ന വരെയുള്ള ആ വസ്തുക്കളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കെമിസ്ട്രിയിൽ വരുന്നതാണ്. അതാണ് സാമവേദം. അതിനെ അവർ സാമവേദം എന്ന് പേര് കൊടുത്തു. കെമിസ്ട്രി, സോമം, സത്ത. ഈ പ്രപഞ്ചമുണ്ടായതിൻ്റെ പിന്നിലുള്ള സത്ത എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. പഠിക്കാൻ കുറച്ച് മെനക്കെട്ട സബ്ജക്റ്റ് തന്നെയാണ്. സാമവേദം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് സാമവേദം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, ഭൂമിക്കടിയിലുള്ള ഈ ഭൂമി എന്തിനെ കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നു അതെല്ലാം.
പിന്നെ ഭൂമിയും നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ഇന്ന് നമ്മൾ സാധാരണ ആകാശത്തിൽ അങ്ങനത്തെ ഒന്നും നോക്കാനൊന്നും നമുക്ക് പറ്റൂല. നമ്മളെ ലോകത്തിൽ ഈ ഭൂമിയും ആകാശം കയറി വന്നു കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും അങ്ങനെയുള്ള കുറേ ഗ്രഹങ്ങളെല്ലാം ആയിട്ടാണ് നമ്മളങ്ങ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിന് ഭൂമി എന്ന് പറയാം. ഭൂമി, സ്വർഗം, അങ്ങനെ മൂന്നായി തിരിച്ച. അതാണ് യജുർവേദത്തിൽ വരുന്നത്. യജുർവേദം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം യജുർവേദത്തിൽ കാണും. സാമവേദം നോക്കി ഒന്നും കയറുക, കാരണം കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ഒന്നുമല്ല. കെമിസ്ട്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സാമവേദം എന്ന് പറഞ്ഞാൽ ചൊല്ലലാണ്. H2 2H2 + O2 = 2H2O 2H2 + O2 = 2H2. ഇങ്ങനെ കെമിസ്ട്രിയിൽ ബൈഹാർട്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല. ഇക്വേഷനിൽ ഇങ്ങനെ ബൈഹാർട്ടാക്കലാണ്, വേറെ പരിപാടിയൊന്നും നടക്കില്ല. ഇന്ന് കെമിസ്ട്രിയിലും അതുപോലെ തന്നെ സാമവേദത്തിലും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഏറ്റവും അലമ്പ് പിടിച്ച പരിപാടിയാണ് കെമിസ്ട്രി, സാമവേദം. അത് മനസ്സിലാക്കണ്ടെങ്കിൽ കെമിസ്ട്രി അറിഞ്ഞാലേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ളത് യജുർവേദത്തിലാണ്. അതെല്ലാവർക്കും വായിച്ചാൽ കുറേയെല്ലാം മനസ്സിലാവും. അത് അപ്പോൾ യജുർവേദം നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം, നമ്മളെ ലോകത്തിലെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം ഭൂമിയായി, പാതാളം. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളതാണ് ഇത് ഋഗ്വേദം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ മുകളിൽ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം, ബാക്കി എല്ലാം കൂടി ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഭൂമി. ഭൂമിയിലുള്ള കെമിസ്ട്രി അല്ല പ്രപഞ്ചം, കാരണം കെമിസ്ട്രി എന്നാണല്ലോ അതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചം എല്ലാം അടങ്ങിയിരിക്കുന്ന കാര്യമാണ് ഋഗ്വേദം. അപ്പോൾ ഋഗ്വേദത്തിൽ എല്ലാം എഴുതി വെച്ചിരിക്കും. കെമിസ്ട്രിയും കാണും, ഫിസിക്സും കാണും, എല്ലാം കാണണം. അപ്പോഴേ ഋഗ്വേദം പൂർണ്ണമാവുകയുള്ളൂ. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായെന്ന് പറയണ്ടെങ്കിൽ ഈ കെമിസ്ട്രിയും പറയണ്ടേ. അപ്പം ആദ്യം തന്നെ അവർ എഴുതിയത് ഋഗ്വേദമാണ്. അതിലില്ലാത്തതായിട്ടൊന്നുമില്ല. പിന്നെ അതിലുള്ള ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതിനെ കുറച്ച് വിസ്തരിച്ചെഴുതിയതാണ് യജുർവേദം. ഭൂമിയിലുള്ള എല്ലാം ഉണ്ടായത് ഏതിൽ നിന്നാണ്? കെമിസ്ട്രിയിൽ നിന്നാണ്. അതിന് കെമിസ്ട്രി, പാതാള ലോകം, ഭൂമിക്ക് അടിയിലുള്ള മണ്ണും ഇതെല്ലാം വരുന്ന പാതാള ലോകത്തിൻ്റെ കാര്യമാണ് സാമവേദത്തിൽ എഴുതി വെച്ചത്. സാമം എന്ന് പറഞ്ഞാൽ സോമം, സോമം എന്ന് പറഞ്ഞാൽ സത്ത. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിൻ്റെയും സത്ത ആറ്റങ്ങളിലാണ് കിടക്കുന്നത്, കെമിസ്ട്രിയിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ ഒരുപോലെ തന്നെയാണ്. ആറ്റത്തിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെയും സൗരയൂഥ സിസ്റ്റത്തിൻ്റെയും സ്ട്രക്ചർ. ഏകദേശം ഇതേപോലെ സ്ട്രക്ചർ തന്നെയാണ് പ്രപഞ്ചത്തിനും ഉള്ളത്. അപ്പോൾ എല്ലാം ഏകദേശം നോക്കിയ ഒരുപോലെ തന്നെ. എല്ലാം കുറേ ഗോളങ്ങൾ വെച്ചിട്ടുള്ള കളിയാണ്. ഭൂമിക്ക് അടിയിലുള്ളതും കുറേ ഗോളങ്ങൾ, ഇലക്ട്രോണും പ്രോട്ടോണും വെച്ചിട്ടുള്ള കളി. നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യനും ഗ്രഹങ്ങളും കുറേ ഗോളങ്ങൾ ഇങ്ങനെ വട്ടം തിരിയുന്നത്. പ്രപഞ്ചം മുഴുവൻ എടുക്കുമ്പോൾ കുറേ ഗോളങ്ങൾ കറങ്ങുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മനുഷ്യനൊരു ചുക്കുമല്ല. അപ്പം ഇതിൻ്റെ എല്ലാം സ്ട്രക്ചർ ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ അപ്പോൾ ഈ സയൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ടെക്നോളജി വേണമല്ലോ. അതിന് വേണ്ട എഴുതി വെച്ചു അഥർവവേദം. എൻജിനീയറിങ്, ഫിസിക്സും എൻജിനീയറിങ്, മെഡിസിനും എല്ലാം കൂടിയിട്ട് എഴുതി വെച്ച ഗ്രന്ഥമാണ് അഥർവവേദം. ജനത്തിന് അഥർവവേദം, ടെക്നോളജി തന്നെയാണ് ആവശ്യം. അതുകൊണ്ടാണ് അഥർവവേദത്തിന് വില കൂടുതൽ സയൻസിനാണ്. സയൻസ് തിയറി അറിഞ്ഞാലല്ലേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ജനത്തിന് താല്പര്യം ഡോക്ടർ എടുത്ത് എഞ്ചിനീയർ എടുത്താണ്. അല്ല BSc MSc PhD എല്ലാം എടുത്തവനൊന്നും ആർക്കും ഒരു കാര്യമില്ല. അവ MSc PhD ഡോക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും. PhD എടുത്തിട്ട് ഡോക്ടർ എന്ന് പറയും, ഒരു ബോർഡ് വെക്കും ഡോക്ടർ. ഒരാളും അവിടെ ഉണ്ടാവില്ല. ജനമുള്ളത് മറ്റേ മെഡിസിനും എഞ്ചിനീയർ എടുത്തുമെല്ലാം. അതുകൊണ്ട് പേര് കിട്ടുന്ന അഥർവവേദത്തിനാണ്. ജനത്തിൻ്റെ ഇടക്ക് പ്രശസ്തി അഥർവവേദത്തിനാണ്, ടെക്നോളജിക്കാണ്. പക്ഷേ സയൻസ് മുഴുവനുള്ളത് ഏറ്റവും ഈ സയൻസ് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പം മഹത്തരമായിട്ടുള്ളത് ഋഗ്വേദം, യജുർവേദം, സാമവേദം. അപ്പം വേദവ്യാസൻ എന്ത് ചെയ്തു? കമ്മിറ്റിയെല്ലാം കൂടിയിട്ട് ആദ്യം ഇവരെ 7 ഋഷികുലങ്ങളിൽ നിന്ന് കുത്സമതൻ, വിശ്വാമിത്രൻ, വാമദേവൻ, അത്രി, ധരധ്വജൻ, വസിഷ്ഠൻ, കണ്ണുദേവൻ ഇവരെടുത്തുനിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിയിട്ട് അതെല്ലാം അവര് 2 മുതൽ 8 വരെയുള്ള മണ്ഡലങ്ങളായിട്ട് ബുക്കിൻ്റെ
അവസാനം എല്ലാം കൂടിയിട്ട് ഒരു ബുക്കായിട്ട് കുത്തിക്കെട്ടിയിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ 2 മുതൽ 8 വരെയുള്ളത് 2, 3, 4, 5, 6, 7, 8 7 ഋഷികുലങ്ങളുടെ കിട്ടിയതെല്ലാം വാങ്ങിയിട്ട് 2 മുതൽ 8 വരെ എഴുതി വെച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുളഞ്ഞത് കെമിസ്ട്രി ആണെന്ന് നമുക്കറിയാം. ഈ കെമിസ്ട്രീനെ പ്രത്യേകിച്ചെടുത്തിട്ട് അതിന് കുറേയെല്ലാം എടുത്തിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ 9ാമത്തെ ചാപ്റ്ററായ മണ്ഡലമായിട്ട് അവിടെ ചേർത്ത് വെച്ചു. 9ാമത്തെ മണ്ഡലമായിട്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കെമിസ്ട്രി പഠിച്ചിട്ടേ എന്ത് പഠിക്കാനും പറ്റുള്ളൂ. എഞ്ചിനീയറിങ്ങിന് കയറുമ്പോഴും കെമിസ്ട്രി പഠിക്കണം. മെഡിസിൻ ആയാലും കെമിസ്ട്രി ഇല്ലാതെ. അതുകൊണ്ടാണ് +2-ന് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഇതും പഠിച്ചിട്ടാണ് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും എല്ലാം പോകാൻ പറ്റുള്ളൂ. അത് പഠിച്ചിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അവിടെ കയറിക്കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഇതെല്ലാം പഠിക്കണം. അതുകൊണ്ട് കെമിസ്ട്രി ഒരു അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് 9ാമത്തെ മണ്ഡലമായിട്ട് എഴുതി വെക്കുമ്പോഴും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവർ ഈ പിന്നെയും അത് ഉരുവിട്ട് കൊണ്ട് നടക്കുകയാണ്. ഈ ഉരുവിട്ട് എന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അന്നക്കാലത്തെ ഏറ്റവും ഗുണം എന്താണ്? മഴ പെയ്താൽ കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ട് മഴ പെയ്യാനുള്ള ഒരു ക്രമത്തിൽ ഇത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം കുറച്ച് യാഗങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ചില സാധനങ്ങളെല്ലാം അഗ്നിയിൽ യോജിക്കുമ്പോൾ ആ പുകയിൽ നിന്ന് വരുന്ന ഒരു രാസപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ മേഘങ്ങൾ ഉണ്ടാകാനും മേഘങ്ങൾ മഴ പെയ്യിക്കാനും സഹായിക്കുന്ന തരത്തിലൊരു സൂക്തം അങ്ങനെ ക്രമത്തിൽ എഴുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ കെമിസ്ട്രി നഷ്ടപ്പെട്ടു പോകും. കെമിസ്ട്രിയെ ഏറ്റവും വേഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. കെമിസ്ട്രി ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് മഴ കിട്ടും. അതുകൊണ്ട് ഇത് ചൊല്ലിക്കൊണ്ടിരിക്കും കൃത്യമായിട്ട്. പിന്നെ അത് ചൊല്ലുമ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ട് അതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ സമയത്ത് ചിലത് അഗ്നിയിൽ അർപ്പിക്കുകയും ചെയ്യും ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ മഴ പെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ഗുണവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കെമിസ്ട്രി നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ്, നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ്. അപ്പം 2 മുതൽ 9 വരെയായി. പിന്നെ അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്മിറ്റിക്കാരെല്ലാം കൂടിയിട്ട് പിന്നെ നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? പല കമ്മിറ്റിക്കാർ പലയിടത്തും പോയി ഡാറ്റയെല്ലാം കളക്ട് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വെച്ചിട്ട് പിന്നെ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ ഒരു സിനോപ്സിസ് മാതിരി ഒന്ന് എഴുതി വെക്കും. അത് ഈ കമ്മിറ്റിക്കാരാണ് ഇതിനെല്ലാം കൂടി ഒന്ന് നോക്കിയിട്ട് അവരുടേതായ ഒരു കമൻസ് ആയിട്ട് മുമ്പിൽ എഴുതി വെക്കും. പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ മുമ്പ് നോക്കിയാൽ കാണാം. ഇതുണ്ടാക്കിയവരെല്ലാം കൂടിയിട്ട് ഒരു കമൻസ് ആയിട്ട് റിപ്പോർട്ടിൻ്റെ മേൽ മുമ്പിൽ കൊണ്ടുവെക്കും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്താണ് ഉണ്ടാവുക. അപ്പം ഋഷികുലങ്ങൾ എഴുതിയ 7 പിന്നെ കെമിസ്ട്രി കയറി പിടിപ്പിച്ച 1 അങ്ങനെ 8 എണ്ണമായി ഇതെല്ലാം കൂട്ടി കെട്ടിയിട്ട് ഫ്രണ്ടിൽ ഒരു കവറിങ് ലെറ്റർ ഉണ്ട്. സിനോപ്സിസ് എന്നെല്ലാം പറയും. അതുപോലെ അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ എന്നെല്ലാം പറയും. അത് ഈ കമ്മിറ്റിക്കാരെല്ലാം കൂടിയിട്ട് പൊതുവായിട്ട് കുറേ അവർക്ക് തോന്നുന്നതല്ല എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയവരാണ് ഈ കമ്മിറ്റിയിൽ വരുന്ന മെമ്പേഴ്സ് ആയിരിക്കാം മധുചന്ദസ്, ശുനശേഖൻ, കണ്വൻ, സേവൻ, മേധാ ഗൗതമൻ, കക്ഷീവൻ, ദീർഘതമസ്, മേധാതിരി കണ്വൻ, ഹിരണ്യസ്തൂപൻ, പ്രസ്കണ്വൻ, സവ്യൻ, പരാശരൻ, വേദവ്യാസന്റെ അച്ഛനാണ് പരാശരൻ, കുത്സൻ, കുരുച്ചേവൻ, അഗസ്ത്യൻ ആയുർവേദത്തിൻ്റെ ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ടാണ് അവർക്ക് തോന്നുന്നതെല്ലാം കുറേ എഴുതിയിട്ട് 1ാമത്തെ മണ്ഡലമായിട്ടാണ് എഴുതി വെച്ചു. സാധാരണ ഇന്നൊന്നും പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം ആ കമ്മിറ്റിക്കാരാണ് അവരുടേതെല്ലാം മുമ്പിൽ എഴുതിയാണ് വെക്കുക. 1ാമത്തെ അധ്യായം, ചാപ്റ്റർ അല്ലെങ്കിൽ സിനോപ്സിസ് എന്നെല്ലാം പറയും. എന്നിട്ട് മറ്റുള്ളവരെല്ലാം ചെയ്തതെല്ലാം എടുത്ത് വാങ്ങി വെക്കും. അപ്പോൾ 1 മുതൽ 9 വരെ അവസാനത്തത് കെമിസ്ട്രി. ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഇവർ വളരെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരായിട്ട് എഴുതുമ്പോൾ ഇതാർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ഭാവിയിൽ വരുന്ന സാധാരണക്കാരന് വേണ്ടിയിട്ടാണ്. അപ്പം ചിലവർ എഴുതിയതൊന്നും ചിലപ്പോൾ അവസാനം വായിച്ചാൽ മനസ്സിലാകാതെ തിരിച്ചറിയാൻ പറ്റാത്ത സംഗതികളെല്ലാം വരാം. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ 1 മുതൽ 9 വരെയുള്ളതാണ് ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 10ാമത്തത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ ശേഷം അവരെ ശിഷ്യന്മാർക്കെല്ലാം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൽ കുറേ ശിഷ്യന്മാരെല്ലാം എഴുതിയിരിക്കുന്നത്. ഇവർക്കും വേണമെങ്കിൽ എഴുതാം. കാരണം ഞാൻ എഴുതിയത്
അത് ആൾക്കാർക്ക് തിരിച്ചറിയില്ലല്ലോ, കട്ടി കൂടിപ്പോയി, കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ വേണ്ടിക്ക് അവർക്കും അവിടെ കേൾക്കാം. അങ്ങനെ ഈ 10ാം മണ്ഡലം എഴുതിയിരിക്കുന്നതെല്ലാം ഇതെല്ലാം വായിച്ചിട്ട് ശിഷ്യഗണങ്ങളോ മറ്റോ എല്ലായിരിക്കും, അതെല്ലാം മക്കളും എല്ലാം തന്നെയായിരിക്കും, ഇവരെല്ലാം മക്കളെല്ലാം തന്നെ. അവർ കുറച്ച് വിസ്തരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് സാധാരണക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ. ഇപ്പം നമ്മൾ ഋഗ്വേദത്തിലെ 1 മുതൽ 10 വരെയുള്ള മണ്ഡലങ്ങളിൽ നമുക്ക് കയറി ചെല്ലാൻ ഏറ്റവും എളുപ്പം 10ാം മണ്ഡലത്തിലാണ്. കയറി ചെന്ന് കഴിഞ്ഞാൽ അതിലെല്ലാം പറയുന്നതല്ല നമുക്ക് പെട്ടെന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ. കാരണം മറ്റു പലയിടത്തും പറഞ്ഞതിന് തിരിച്ചറിയാത്ത കാര്യങ്ങളെല്ലാം ഇവർ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലഘുവായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കുറേ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ കൂട്ടിച്ചേർത്തതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതെല്ലാം എഴുതിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പറയാം, അതിന് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ വേണ്ടിക്കില്ല ഏതാന്നുള്ള നിലയിൽ ഇതൊരു തലമുറയായിട്ട് എഴുതുകയാണ്, കുറേ കാലത്തും പിടിച്ചിട്ട് എഴുതുന്നതാണ്. ഋഷികൾ പണ്ടേ എഴുതി വെച്ചതാണ് ഈ 1 മുതൽ 2 മുതൽ 8 വരെ ഉള്ളത്. അതെല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ ഫാമിലീസ് എല്ലാം ഇത് ചെയ്തു വെക്കുന്നത്. അപ്പോൾ 10ാം മണ്ഡലത്തിൽ കുറേ പേര് ഇതുവരെ പറഞ്ഞതിലുള്ളതിനെ കുറച്ച് ലഘൂകരിച്ചിട്ട് സാധാരണക്കാരന് കുറച്ചും കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ വിവരണങ്ങളെ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് 10ാം മണ്ഡലം. ഇതാണ് അങ്ങനെ 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിന് ഉള്ളത്.